ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ 0 to 6 months ന്യൂ ബോൺ എസെൻഷ്യൽസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രോഡക്ട്സും ഞാൻ പേഴ്സണലി യൂസ് ചെയ്താണ്. എനിക്കിപ്പോൾ ഒരു 7 months സ്റ്റാർട്ട് ചെയ്ത ഒരു മോനുണ്ട്. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്വാഡിലാണ്. സ്വാഡിൽ നമ്മുടെ ബേബീനെ പൊതിഞ്ഞു വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് യൂഷ്വലി മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ ആയിരിക്കും. ബേബി വൂമ്പിൽ എങ്ങനത്തെ ഒരു എൻവിറോൺമെൻറ്റിലാണ് ഇരുന്നത് അതേ ഒരു എൻവിറോൺമെൻറ്റ് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 0 to 3 months വരെ ബേബീനെ പൊതിഞ്ഞ് വെക്കുക അല്ലെങ്കിൽ സ്വാഡിൽ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മോന് ജനിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് സ്വാഡിൽസ് ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ വാഷിൽ ഇത് സോഫ്റ്ററായിട്ട് വരും. ഞാൻ ഇപ്പോഴും അന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ 2-3 സ്വാഡിൽസ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാഷ് ക്ലോത്ത് ആണ്, അല്ലെങ്കിൽ ഫേസ് ക്ലോത്ത് എന്നും പറയും. ഇതൊന്ന് യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾ 0 to 3 months വരെ മിൽക്ക് സ്പിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അവർ പാല് ഛർദ്ദിക്കും, സലൈവ ഡ്രൂൾ ചെയ്യും, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഇത് ഇഷ്യൂസ് അല്ല കേട്ടോ, എല്ലാ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഷ് ക്ലോത്ത് അല്ലെങ്കിൽ ഫേസ് ക്ലോത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് അവരുടെ ചുണ്ടൊന്ന് തുടച്ചു കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ പാല് കുടിച്ചതിന് ശേഷം അവരുടെ ചുണ്ടൊന്ന് തുടച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഡയപ്പർ ബാഗിൽ വെക്കുന്നത് നല്ലതാണ്. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കത് കൊണ്ടുപോകാം. നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് ക്യാരിങ് നെസ്റ്റ് ആണ്. ക്യാരിങ് നെസ്റ്റ് ബാഗ് എന്നതിന് പറയാൻ പറ്റും. ഇത് നമ്മളുടെ ബേബീനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഈ സാധനം വാങ്ങിയത്. ഇതിന് മേലെ ഒരു സിപ്പ് ഉണ്ട്. ഈ സിപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ബെഡായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ഇത് ഫിലിപ്സിൻ്റെ അവൻറ്റിൻ്റെ ഫീഡിംഗ് ബോട്ടിലാണ്. നിങ്ങൾ ഏതെങ്കിലും ഫീഡിംഗ് ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പകരം ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഇതിൻ്റെ നിപ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ നിപ്പിളിൻ്റെ ഒരു ടെക്സ്ചറാണ്. അതുകൊണ്ട് ബേബീസിന് ഈസി ആയിട്ട് സക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോർമുല ഫീഡിങ് അമ്മയാണെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് അമ്മയാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇതിൽ മിൽക്ക് സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓൺ ദ ലിസ്റ്റാണ് ഡ്രൈ ഷീറ്റ്. ഡ്രൈ ഷീറ്റ് അല്ലെങ്കിൽ ഓയിൽ ക്ലോത്ത് എന്നും പറയും. ഇത് യൂഷ്വലി നമ്മൾ ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുക. ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നല്ലത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബാത്ത് ടബാണ്. ഞാൻ എൻ്റെ 4 months ഒക്കെ ആയിട്ടാണ് ബാത്ത് ടബിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ മുമ്പ് എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണമെങ്കിൽ ഇതൊരു മസ്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയാം. ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ബാത്തിങ് ഭയങ്കര ഈസി ആയിരിക്കും. 2 ടൈപ്പിൽ അവൈലബിൾ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം. ഇതിൻ്റെ കൂടെ ഒരു കുഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് നോക്കാൻ പറ്റും. എനിക്കിത്ര വേണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ നോർമലി ഒരു ബംടമ്മിൻ്റെ ബാത്ത് ടബ് വാങ്ങുകയാണ് ചെയ്തത്. അത് എൻ്റെ യൂസിന് അത് കറക്റ്റായിരുന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റ് ബാത്ത് ടബിലാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ബാത്ത് ടബിൾ വാങ്ങിയിട്ടുള്ളത്. ക്യൂട്ട് എസ്തെറ്റിക് ബാത്ത് ടബിളാണ്. ഞാനതപ്പോൾ ഒരു 0 to 3 months വരെ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചത്. പക്ഷേ അല്ല, അതിപ്പോൾ ഇനി ഒരു 1 year വരെ കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ബാത്ത് ടബിളാണ്. നിങ്ങൾക്ക് ഒരു ബാത്ത് ടബിൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂമിങ് കിറ്റ് അല്ലെങ്കിൽ ഒരു നെയിൽ കട്ടറാണ്. ഞാൻ എപ്പോഴും നമ്മളുടെ അമ്മമാരോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു നെയിൽ കട്ടർ വാങ്ങി വെക്കുകയാണ് ബെസ്റ്റ് എന്ന്. കാരണം നമ്മളുടെ മക്കൾ പുറത്ത് വരുമ്പോൾ തന്നെ നല്ല നെയിൽസൊക്കെ ആയിട്ടും വരുന്നുണ്ടാവും. അവർ പിന്നെ നിന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് വരാനുള്ള ചാൻസും കൂടി ഉണ്ട്. സോ നെയിൽ കട്ടറാണ്. പണ്ടൊക്കെ അമ്മമാർ കടിച്ച് നഖം കളയല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ് പെയിൻലെസ് ആണ്. നമ്മുടെ ബേബീൻ്റെ നെയിൽസ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. സോ ഈ പ്രോഡക്റ്റിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചിരിക്കണം. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 4 months ശേഷം നിങ്ങളുടെ ബേബി കവിളുമല്ലോ, റോള് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ റോള് ചെയ്യാൻ തുടങ്ങുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അതാണ് ഫ്ലോർ മാറ്റ്. എൻ്റെ ബേബിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അവൻ ഈ ഫ്ലോർ മാറ്റ് വാങ്ങിയതിന് ശേഷമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. മേ ബി എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ടിൽ ഡേറ്റ് ഞാനത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ ഇരിക്കാൻ തുടങ്ങി. ലാസ്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് മസ്കിറ്റോ നെറ്റാണ്, അല്ലെങ്കിൽ മസ്കിറ്റോ നെറ്റ് കൂടിയുള്ളൊരു ബാഗാണ്. ബാഗ് എന്ന് പറയുന്നത് ഒരു ബെഡാണ്. കൊതുകൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം
കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് തൊട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൽ ഫസ്റ്റാണ് ഡാഷ് ക്രീം. ബേബിക്ക് റാഷസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് റാഷസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഡൈപ്പർ ഇടുന്നതിൻ്റെ മുമ്പേ റാഷ് ക്രീം തേക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ റാഷ് ക്രീമാണ്. എനിക്ക് അതാണ് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ബേബിക്ക് എന്താണ് നല്ലതെന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കാണ് മനസ്സിലാവും നിങ്ങളുടെ ബേബിക്ക് എന്താണ് നല്ലത്. കാരണം ഓരോ ബേബീസും ഡിഫറെൻ്റ് ആണല്ലോ. മാർക്കറ്റിൽ കുറേ റാഷ് ക്രീംസ് അവൈലബിൾ ആണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ റാഷ് ക്രീമാണ്. നിങ്ങൾ ബേബിക്ക് ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് നന്നായിട്ട് റാഷ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഡൈപ്പർ ഇടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റാഷസ് ഒക്കെ കുറയും. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തേത് പറയുന്നത് വിറ്റമിൻ D3 ആണ്. വിറ്റമിൻ D3 വെരി ഇമ്പോർട്ടൻറ്റ്, വെരി മസ്റ്റ് ഒരു സിറപ്പാണ് ബേബിക്ക് കൊടുക്കുന്നത്. 1 ഇയർ വരെ അത് എന്തായാലും കൊടുക്കണം. നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എന്തായാലും അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് ബേബിക്ക് വയ്യെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പനി, ജലദോഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മേ ബി അവർ പറയും ഒരു 1 വീക്ക് ഇത് കൊടുക്കണ്ട, ബേബി ഒന്ന് റിക്കവർ ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ നിങ്ങളത് മുടക്കാനേ പാടില്ല. വിറ്റമിൻ D3 കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ഒരു സിറപ്പാണ്. അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. സോ ഇതൊക്കെയാണ് എല്ലാ പ്രൊഡക്ട്സും. ഞാൻ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ. സോ അണ്ടിൽ ദെൻ, ബൈ.